ഹലോ ഫ്രണ്ട്സ്, ഇന്നിതാ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച പാനൽ കട്ട് മോഡൽ കുർത്തിയില്ലേ, നമ്മളെ മസാർക്കലി കുർത്തി, അനാർക്കലി കുർത്തി അങ്ങനെയൊക്കെ പറയുന്ന നമ്മളെ ആ ഒരു മോഡൽ കുർത്തിയുടെ കട്ടിങ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു പാനൽ കട്ട് കുർത്തീൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം തിയറി ആയിട്ട് ഇതെന്ന സംഭവം എന്നെല്ലാം നമുക്കൊന്ന് നോക്കണം. എന്നിട്ടാകുമ്പോൾ ആയിരിക്കും നമുക്ക് തുണീൻ്റെ അകത്തൊക്കെ കട്ട് ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടില്ല, ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും എങ്ങനെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ബാക്കി അളവും കാര്യങ്ങളെല്ലാം നമ്മൾ തുണീൻ്റെ അകത്ത് ചെയ്യുമ്പോൾ ആയിരിക്കും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്നാൽ ശരി, നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ ഈ ഒരു മസാർക്കലി കുർത്തി, അതായത് നമ്മളെ പാനൽ കട്ട് കുർത്തീസ് എല്ലാം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് യോക്ക് പാർട്ട് വരെ സാധാ നമ്മൾ അംബർല എല്ലാം ചെയ്യുന്ന പോലെ ചെയ്തിട്ട് യോക്ക് പാർട്ടിൻ്റെ ആടുന്ന മുതൽ നമ്മൾ പാനൽസ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുൾ പാനലായിട്ട് നമുക്ക് ചെയ്യാം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫുൾ പാനലായിട്ടുള്ള ഈ ഒരു കുർത്തീൻ്റെ കട്ടിംഗ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനിതാ ഇവിടെ വരച്ചിട്ട് കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ പാനൽസ് ജോയിൻ ചെയ്ത് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പ് ഉണ്ടാകുന്നത്. ബാക്കിലും ഇതുപോലെ പാനൽസ് ഉണ്ടാവും. ഫ്രണ്ടിലും ബാക്കിലും ഒരേ എണ്ണമായിരിക്കണം. ഇപ്പോൾ 5 എണ്ണം മുമ്പിലുണ്ടെങ്കിൽ ബാക്കിലും അതുപോലെ തന്നെ 5 എണ്ണം ഉണ്ടായിരിക്കണം. പിന്നെ 8 എണ്ണം മുമ്പിലുണ്ടെങ്കിൽ ബാക്കിലും 8 എണ്ണം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എത്ര 16 പാനൽ ടോപ്പായി മാറി അല്ലേ? അതുപോലെയായിരിക്കും നമുക്ക് ഈ ഒരു ടോപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? നിങ്ങൾ ഇതുപോലെ ചിത്രമെല്ലാം വരച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തത് ഇതാ ഞാൻ പറഞ്ഞത് യോക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാനൽ കട്ട് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ അംബർല എല്ലാം പഠിച്ച പോലെ യോക്ക് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇതാ ഈ ഒരു പാനൽസ് വരും. കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ. പിന്നെ സ്ലീവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം, പഫ് കൊടുക്കാം. എന്നാലും കൂടുതൽ ഭംഗി ഈ ഒരു മസാർക്കലി മോഡലിനെല്ലാം ഫുൾ സ്ലീവായിട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ല ഭംഗി കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ആദ്യത്തെ ഞാൻ വരച്ചതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു വേസ്റ്റ് പാർട്ടിൻ്റെ അളവായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത്. നമ്മളെ ഫുൾ പാനൽ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പാനൽസ് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ചെസ്റ്റ് അളവ്. നമുക്ക് ഈ ഒരു യോക്ക് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നതിന് ചെസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടല്ല വേണ്ടത്. പാനൽസ് എടുക്കുന്നത് നമ്മൾ വേസ്റ്റ് അളവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. ആടെയല്ലേ നമ്മൾ പാനൽസ് ജോയിൻ ചെയ്യുന്നത്. അത് നമുക്ക് അന്നേരം നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മളെ ഫുൾ പാനലിൻ്റെ കാര്യം നോക്കാം അല്ലേ? ഇതാ ഞാൻ വരച്ച ഫുൾ പാനൽ നോക്ക്. ഇതിൽ നമ്മൾ ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പാനൽസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഷോൾഡർ മുതൽ നമ്മളെ ഒരു വേസ്റ്റ് അളവില്ലേ, മിഡ് വേസ്റ്റ് വരെ ഒരേ രീതിയിലായിരിക്കും പാനൽസിൻ്റെ ആ ഒരു വീതിയും കാര്യങ്ങളും വരുന്നത്. എന്നിട്ട് ആ ഒരു മിഡ് വേസ്റ്റിൻ്റെ ആടെന്ന് താഴോട്ടേക്കാണ് അതിൻ്റെ ഫ്ലെയർ വരുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് വേണം, ഷോൾഡർ ടു മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത്തും നമുക്ക് വേണം, ചെസ്റ്റ് അളവും മെയിനായിട്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്കിതാ എത്ര പാനൽസ് ആണോ നമുക്ക് വേണ്ടത് അത് ആദ്യം നോക്കണം. ഇവിടെ ഇപ്പോൾ 5 പാനൽസ്, അതായത് ടോട്ടൽ 10 എണ്ണം വരും ബാക്ക് പാർട്ടിലേയും കൂട്ടിയിട്ട്. കണ്ടല്ലോ? ഫ്രണ്ടിൽ 5 എണ്ണം വേണം, ബാക്കിലും 5 എണ്ണം വേണം. അങ്ങനത്തെ രീതിയിലാണ് നമ്മളിപ്പം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5 പാനൽസ് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. 5 എന്ന് പറയുമ്പം ബാക്കിലത്തെയും കൂട്ടി 10 വെച്ചിട്ട് വേണം നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് എത്ര ലെങ്ത്തിൽ വേണം നമ്മളെ ടോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അളക്കണം. അതിൻ്റെ അപ്പുറം തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്ക് വേണം. പിന്നെ നമ്മളെ ചെസ്റ്റ് അളവ്, പിന്നെ നമുക്ക് ആം ഹോൾ റൗണ്ടും നെക്കും കാര്യങ്ങളൊക്കെ ഈ പാനൽസ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവും കാര്യങ്ങളും വേണം. പിന്നെ വേണ്ടത് യോക്ക് ലെങ്ത്ത്, അതായത് ഷോൾഡർ മുതൽ നമ്മളെ മിഡ് വേസ്റ്റ് വരെയുള്ള ആ ഒരു ലെങ്ത്ത് നമുക്ക് വേണം. ആടുന്നാണ് നമ്മളെ ആ ഒരു വീതി ഫ്ലെയർ താഴോട്ടേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെങ്ത്ത് എന്തായാലും നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. മിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെ ബോഡിയിൽ ആ ഒരു ബസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളെ ഈ ഒരു ഹിപ്പിൻ്റെയൊക്കെ മുകളിൽ ഷേപ്പ് വരുന്ന ഭാഗം, വയറിൻ്റെ
അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഷേപ്പ് വരുന്നില്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ മിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ ടു മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത്, അതാണ് യോക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇത്രയും അളവുകളാണ് നമുക്ക് ഈ ഒരു മസാക്കലി മോഡൽ കുർത്തിക്ക് വേണ്ടുന്നത്. നമ്മൾ പാനൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ പാനൽസിൻ്റെ മുകളിൽ എത്രയാണോ വീതി, ഓരോ പാനൽസും കാണുന്നില്ലേ, ഇതിൻ്റെ ഈ ഒരു മേളിലെ ഭാഗത്ത് എത്രയാണോ വീതി അതിൻ്റെ 3 or 4 ഇരട്ടി വേണം നമ്മൾ താഴെ വീതി കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അതായത് ഞാനിപ്പോൾ ഒരു പാനലിടെ വരക്കാം. ഈ മുകളിലത്തെ വീതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി, മിനിമം 3 ഇരട്ടി എങ്കിലും വീതി താഴെ വേണം പാനലിന്, എന്നാലേ താഴെ വീതി ഉണ്ടാവുള്ളൂ കേട്ടോ. മിനിമം 3 ഇരട്ടി നിങ്ങൾ വെക്കണം. 3 ഇരട്ടി എന്ന് പറയുമ്പോൾ മേലെ എത്രയാണോ വരുന്നത് അതിനെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആയി, ആ കിട്ടുന്നതാണ് ഈ 3 ഇരട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ഫ്ലെയറിനനുസരിച്ചിട്ട് അത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ചെസ്റ്റിന് ബേസ് ചെയ്തിട്ട് പാനൽസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവിനെയാണ് നമ്മൾ കണക്ക് കൂട്ടാൻ എടുക്കുന്നത്. ചിലർക്ക് ചെസ്റ്റിനേക്കാൾ കുറേ അധികം ഒരു 5-6 ഇഞ്ചെങ്കിലും വീതി ഹിപ്പിനുള്ളവരാണെങ്കിൽ, നല്ല ഹിപ്പ് സൈസ് ഉള്ളവരാണെങ്കിൽ അവർ വിചാരിക്കും അപ്പോൾ താഴെ ഭാഗം ടൈറ്റായി പോയില്ലേ. അങ്ങനെയുള്ളവർ ചെസ്റ്റിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂട്ടി പിന്നെ എക്സ്ട്രാ ലൂസും തയ്യൽ തുമ്പൊക്കെ ചേർത്തിട്ടായിരിക്കണം കണക്ക് കൂട്ടേണ്ടത്. പിന്നെ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് അങ്ങനെയൊക്കെ അധികം വരുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ ഒരു ഫ്ലെയറൊക്കെ വരുമ്പം മിഡ് വേസ്റ്റിൻ്റെ അവിടുന്ന് ഫ്ലെയർ വരുമ്പം അത് ശരിയാവും. കണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ ഫ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ഹിപ്പിൻ്റെ അളവൊക്കെ അതിൽ കിട്ടിക്കോളും. നല്ലോണം ഹിപ്പ് സൈസ് ഉള്ളവർ കാര്യമാണ് ഞാൻ ഇപ്പോൾ 2 ഇഞ്ചൊക്കെ കൂട്ടണം എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഷോൾഡർ മുതൽ മിഡ് വേസ്റ്റ് വരെ ഒരേ അളവ് വന്ന് ബാക്കി ആടുന്ന് വീതി കൂടി താഴോട്ടെത്തുമ്പോൾ നല്ല വീതിയിൽ നമുക്കത് കിട്ടുന്നുണ്ടല്ലേ പാനൽസ്. അപ്പോൾ നമുക്ക് വീതി കൂടുന്നതിന് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് ലൂസ് നമുക്ക് കിട്ടും. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു 6 ഇഞ്ചൊക്കെ വലിയ സൈസ് ഹിപ്പ് സൈസ് ഉള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ ചെസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ചേർത്തിട്ട് പിന്നെ എക്സ്ട്രാ ലൂസും തയ്യൽ തുമ്പൊക്കെ ചേർത്തിട്ട് കണക്ക് കൂട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. ചെറിയ സൈസ് വ്യത്യാസമൊക്കെ ആ ഒരു ഫ്ലെയറിൻ്റെ അകത്ത് അത് പോയിക്കോളും കേട്ടോ. ടൈറ്റോ കാര്യങ്ങളൊന്നും വരില്ല, ലൂസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ചെസ്റ്റിയുടെ 32 വിചാരിക്കേ. ഇപ്പോൾ ഹിപ്പ് സൈസ് ഞാനൊരു അളവ് നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു 38. കണ്ടല്ലോ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് ചെസ്റ്റും ഹിപ്പ് സൈസും തമ്മിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 32ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് വെക്കുക. അപ്പോൾ 34 കിട്ടി. ഈ 34നെ വേണം ഇനി ലൂസും പിന്നെ ഞാൻ പറഞ്ഞല്ലോ തയ്യൽ തുമ്പൊക്കെ ചേർത്തിട്ട് കണക്ക് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഡിഫറൻസ് ഹിപ്പ് സൈസുമായിട്ട് ഉള്ളവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചെസ്റ്റ് പ്ലസ് ലൂസ് പ്ലസ് സീം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ ഹിപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് എടുത്തു കൊടുത്തു. ഇനി സൈസ് കൂടുതൽ ഇല്ലാത്തവരാണെങ്കിൽ 32 ചെസ്റ്റും ഒരു 34 ഹിപ്പ് സൈസൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ 32 പ്ലസ് ലൂസ് പ്ലസ് സീം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട, ടൈറ്റായി പോവോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്തായാലും റഫായിട്ട് ആദ്യം നിങ്ങളൊരു മോശം തുണിയിൽ ചെയ്തിട്ടാകുമ്പോൾ നല്ല തുണിയിൽ ഇത് ചെയ്താൽ മതി. കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കട്ട് ചെയ്യുമ്പോൾ പാനൽസ് വളഞ്ഞു പോയാലൊക്കെ ഈ ഒരു കുർത്തി വൃത്തികേടായി പോകും കേട്ടോ. അത്രയും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യണം, എന്നാൽ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സൈസിൻ്റെ ഒരു കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ തടഞ്ഞിട്ടുണ്ടത് ഇതാ എൻ്റെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 36 എടുത്തു. ഇതിനെ വെച്ചിട്ട് ഞാൻ പാനൽസ് കട്ട് ചെയ്യാനാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 38 ആണെങ്കിൽ 38 എന്ന് എഴുതി കൊടുക്കുക. എനിക്കിവിടെ ചെസ്റ്റ് 36, എൻ്റെ ഹിപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ 38 ഞാൻ കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചെസ്റ്റും ഹിപ്പ് സൈസും തമ്മിൽ. അപ്പോൾ നിങ്ങൾ നോക്ക്, 36 പ്ലസ് ചെസ്റ്റ് പ്ലസ് 2 ലൂസ് ചേർത്തു. ലൂസ് 2 വേണം പ്ലസ് 4 സീം അലവൻസും വേണം. നമുക്ക് സ്റ്റിച്ചിങ് തയ്യൽ തുമ്പായിട്ട് 4 ഇഞ്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കൂടാതെ എക്സ്ട്രാ ഇനിയും ലൂസ് വേണ്ടുന്നവരാണെങ്കിൽ 2 ഇഞ്ചിനേക്കാളും 3 ഇഞ്ചോ അങ്ങനെയെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിങ്ങൾ 4 സൈഡിലേക്കും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 4 ഇഞ്ച് എന്തായാലും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാനലിൻ്റെ
കണക്ക് കൂട്ടൽ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ കണക്ക് കൂട്ടി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ചെസ്റ്റിൻ്റെ കൂടെ 2 + 4 തയ്യൽ തുമ്പ് കൂട്ടിയപ്പോൾ നമുക്ക് 42 ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഈ 42-നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ പാനൽസ് എത്ര പാനൽ കട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 5 എടുക്കുന്നുണ്ട്, ബാക്കിലും 5. അപ്പോൾ ടോട്ടൽ 10 പാനൽ വരുന്ന ടോപ്പാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 42 ഹരിക്കണം 10 നോക്കുക. നിങ്ങൾ 18 പാനലാണെങ്കിൽ 42 ഹരിക്കണം 18 നോക്കുക. അതിനനുസരിച്ചിട്ട് കണക്കിൽ വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ 42 ഹരിക്കണം 10 ഞാനിതാ കാൽക്കുലേറ്റർ എടുത്ത് നോക്കാനാണ് പോകുന്നത്. ഇതിങ്ങനെ കണക്ക് കൂട്ടാനൊന്നും എനിക്കാവില്ല കേട്ടോ, ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് ചെയ്യട്ടെ. നമുക്ക് 4.2 കിട്ടി, 4.2 കിട്ടി. ഇതാണ് നമ്മളെ പാനലിൻ്റെ മുകളിലത്തെ ഭാഗത്തെ വീതി എന്ന് പറയുന്നത്. ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ പാനലിൻ്റെ താഴെ ഭാഗത്തെ വീതിയും കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ 4 ഇരട്ടിയോ 3 ഇരട്ടിയോ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. മിനിമം 3 ഇരട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാനലിൽ ഈ മുകളിലത്തെ ഭാഗത്തെ വീതിയാണ് 4.2 എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ താഴത്തെ വീതി എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിതാ പേപ്പറിൻ്റെ അകത്ത് നിങ്ങൾക്ക് പാനൽസ് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് നമ്മളെ തുണിയല്ല, നമ്മളെന്തായാലും പേപ്പർ കട്ടിങ് ചെയ്തിട്ടാണ് പാനൽസ് നല്ല തുണിയിലൊക്കെ കട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത് കേട്ടോ. പേപ്പർ പാറ്റേൺ ആണ് എപ്പോഴും നല്ലത്. ഇതാണ് നമ്മളെ പേപ്പർ എന്ന് വെച്ചാൽ ഇതിനെ 2ആയി മടക്കിയിട്ടായിരിക്കണം നമ്മൾ പാനൽസ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 2ആയി മടക്കുമ്പോൾ നമ്മളെ കിട്ടിയ അളവിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം വരുമല്ലോ, ഹാഫായി എടുക്കണമല്ലോ. ഈ 4.2 നമ്മളെ അളവ്, പക്ഷേങ്കിൽ മടക്കിയിട്ട് ചെയ്യുമ്പോൾ മുകളിലെ ഭാഗത്ത് 4.2-ൻ്റെ ഹാഫ് ഇടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിവർത്തി കഴിഞ്ഞാൽ 4.2 ഫുൾ അളവ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. 4.2-ൻ്റെ പകുതി എത്രയാ വരുമോ? 2.1 വരും. അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനിതാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതാ കറക്റ്റ് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്തതേ ഉള്ളൂ, കറക്റ്റ് അളവൊന്നും അല്ല കേട്ടോ. ചെറിയ പേപ്പറല്ലേ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, ഷോൾഡർ മുതൽ മിഡ് വേസ്റ്റ് വരെ നമുക്ക് ഒരേ അളവിലായിരിക്കണം പാനൽസിൻ്റെ കൊടുക്കേണ്ടത് വീതി. ആ മിഡ് വേസ്റ്റിൻ്റെ അവിടെ നിന്നാണ് ഫ്ലെയർ പോകുന്നത് എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഷോൾഡർ ടു മിഡ് വേസ്റ്റ് വരെ, അതായത് യോക്ക് ലെങ്ത്തിൻ്റെ അളവ് നിങ്ങൾ ബോഡിയിൽ നിന്ന് എടുക്കുക. ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് ആടെയും ഇതുപോലെ 4.2-ൻ്റെ പകുതി 2.1 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ സ്കെയിൽ വെച്ച് വരച്ചു എന്ന് വിചാരിക്കുക കേട്ടോ. ഇതുപോലെ കണ്ടല്ലോ, മേലെയും ഷോൾഡർ ടു യോക്ക് ലെങ്ത്ത് നോക്കിയിട്ട് അവിടെയും ഇതേ അളവ് തന്നെ മാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് നമ്മൾ താഴത്തെ വീതി മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്. 4.2 അതിന് നമ്മൾ 3 ഇരട്ടിയാണെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുക, 4 ഇരട്ടിയാണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക, 5 ഇരട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. 5ഒക്കെ എടുത്ത് നല്ല വീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനു മുന്നേ ഈ പാനൽസൊക്കെ ചെയ്യുമ്പം നമ്മൾ ഫുൾ ലെങ്ത്ത് കൂടെ നോക്കണം കേട്ടോ. ഫുൾ ലെങ്ത്ത് പ്ലസ് താഴെ മടക്കി അടിക്കാനുള്ളത്, ഷോൾഡറിൻ്റെ അടുക്ക പോകുന്നത്, അതെല്ലാം ചേർത്ത് തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഞാനിതാ താഴത്തെ വീതി 4 ഇരട്ടി കൊടുക്കാം. 4.2 × 4 നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് നോക്കുക. അതിൻ്റെ പകുതി വേണം മാർക്ക് ചെയ്യാൻ. തുണി മടക്കിയിട്ടല്ലേ ഉള്ളത്. ഞാനിതാ ഇവിടെ നോട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. 4.2 × 3 ഇരട്ടി നോക്കുന്നുണ്ട് 3. ഇപ്പോൾ 12.6 കിട്ടി. ഇപ്പോൾ 12.6-ൻ്റെ പകുതി ഇവിടുന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ നിവർത്തുമ്പം 12.6 കിട്ടും. അപ്പോൾ ഇതിൻ്റെ പകുതി എത്രയാണ്? 6.3 അങ്ങനെ ആയിരിക്കും വരുക അല്ലേ? എന്തായാലും ഒന്ന് നോക്കാം. 6.3 വരുന്നുണ്ട്. കണ്ടോ, കണക്കിൽ ഞാൻ വീക്കാന്നേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അത് മാർക്ക് ചെയ്ത് ഞാൻ കൊടുത്തു. ജസ്റ്റ് ഞാനിങ്ങനെ പെന്ന് വെച്ച് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ശരിക്കും വലിയ പേപ്പറൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അളവ് നമ്മൾ ബ്രൗൺ ഷീറ്റൊക്കെ വാങ്ങി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു തിയറി ക്ലാസ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. അതെല്ലാം വാങ്ങിയിട്ടായിരിക്കും ബാക്കി ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ പാനൽസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഞാൻ കട്ട് ചെയ്ത് ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്താൽ മതി. പിന്നെ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തുണിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം 2 സൈഡിലും ജോയിൻ ചെയ്യാനുള്ള 4 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് പാനൽസിൻ്റെ കാര്യം വരുന്നത് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആദ്യം പേപ്പർ കട്ടിങ് ചെയ്തിട്ടാകുമ്പം തുണിയിൽ വെച്ച് കട്ട് ചെയ്താൽ മതി. ഓക്കെ,
എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, തയ്യൽ തുമ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ തുണിയിൽ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് ഒരു പേപ്പർ പാറ്റേൺ കൂടെ നിങ്ങൾ കട്ട് ചെയ്യുക. 2 സൈഡിലും 4 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ കട്ട് ചെയ്യാൻ നേരത്ത് ആ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ചേർത്ത് കൊടുക്കാമായിരുന്നു അല്ലേ, ഞാനത് മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, മറന്നു പോയേക്കരുത്, ഞാനിപ്പം പറയാൻ മറന്നുപോയ പോലെ. അപ്പോൾ ഇങ്ങനെ വേണം പാനൽസ് കട്ട് ചെയ്യുക. ഈ പാനൽസ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ തുണീൻ്റെ അകത്തും കട്ട് ചെയ്ത് ഓരോന്നും നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുക്കും. ഫ്രണ്ടിലേക്കുള്ള 5 എണ്ണം ജോയിൻ ചെയ്തെടുക്കും, പിന്നെ ബാക്കിലേക്കുള്ളതും ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മളത് 2ആയി ഇങ്ങനെ മടക്കിയിടും. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് മടക്കിയിടും, ബാക്കും മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഷോൾഡർ മാർക്ക് ചെയ്യും, ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്യും, നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യും, നെക്ക് ലെങ്ത്ത് അതെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്യും. പിന്നെ സ്ലീവ് വെക്കും, ആം ഹോൾ റൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആം ഹോൾ കേവൊക്കെ കട്ട് ചെയ്യും. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ, വേറെ ഒന്നുമില്ല. പാനൽസ് ജോയിൻ ചെയ്ത് പിന്നെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ആം ഹോളും സ്ലീവ് എല്ലാം ആം ഹോളും നെക്കും എല്ലാം കട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു മോഡൽസിന് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ എന്തായാലും പേപ്പർ പാറ്റേണൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ തുണി കിട്ടിക്കഴിഞ്ഞാൽ തുണീൻ്റെ അകത്ത് ചെയ്യുന്ന ക്ലാസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്ന്. എന്നാലും നിങ്ങൾക്കൊരു തിയറി ക്ലാസ് തരാമെന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന കാണുമ്പോൾ വീഡിയോ ഇടാണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഇതാ ഒന്നും കൂടെ നിങ്ങൾ നോക്ക്, നമുക്ക് 2 രീതിയിൽ ചെയ്യാം. യോക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള മോഡൽ നമുക്ക് അനാർക്കലി മോഡലായിട്ടും ചെയ്യാം, ഇപ്പുറത്തെ പോലെ മസാക്കലി മോഡലായിട്ട് ഫുള്ളായിട്ട് പാനൽസ് വരുന്ന രീതിയിലും ചെയ്യാം. നമ്മളിപ്പോൾ നോക്കിയത് ഫുൾ പാനലിൻ്റെ അല്ലേ നോക്കിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൻ്റെ അളവ് നിങ്ങൾ ആദ്യം എടുക്കണം, അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പ് ചേർക്കണം, ആം ഹോൾ റൗണ്ട് നമുക്ക് വേണം, പിന്നെ ഷോൾഡർ ടു മിഡ് വേസ്റ്റ് വരെയുള്ള ആ ഒരു ലെങ്ത്തും കൂടെ നമുക്ക്, അതായത് യോക്ക് ലെങ്ത്ത് എന്ന് പറയുന്ന അളവും കൂടെ നമുക്ക് ഈ ഒരു മോഡൽ കുർത്തിക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇതാ 36 ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച് ലൂസ്, 4 തയ്യൽ തുമ്പ് 4 സൈഡിലേക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് 42 കിട്ടി. ഇതുപോലെ നിങ്ങളെ അളവിന് നിങ്ങൾ കണക്ക് കൂട്ടുക കേട്ടോ. ഇപ്പോൾ 42-ന് നമ്മൾ എത്ര പാനലാണോ, ഇപ്പം 10 പാനൽ ബാക്കിലേക്കും മുമ്പിലേക്കും കൂടെ ടോട്ടൽ വരുന്നതുകൊണ്ട് 10 കൊണ്ട് ഈ 42-നെ ഹരിച്ചു. ഇതാ അപ്പോൾ നമുക്ക് പാനലിൻ്റെ വീതി നമുക്ക് കിട്ടി, കണ്ടല്ലോ 4.2 വീതി കിട്ടി. ഈ കിട്ടിയ 4.2 നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്യുമ്പം അതിൻ്റെ പകുതി 4.2-ൻ്റെ പകുതി എടുത്ത് പേപ്പർ മടക്കിയിട്ട് മാർക്ക് ചെയ്യും. ഇനി ഈ താഴത്തെ വീതി നമുക്ക് കിട്ടാൻ ഈ മുകളിൽ കിട്ടിയ 4.2-ൻ്റെ 3 ഇരട്ടി എടുക്കണം നമുക്ക്. മിനിമം 3 ഇരട്ടി, മാക്സിമം നമുക്ക് കുറേ ചേർക്കാം, 5 ഇരട്ടിയൊക്കെ ചേർത്ത് നല്ല വീതി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3-നെ കൊണ്ട് 3 ഇരട്ടി ആയതുകൊണ്ട് 4.2 × 3 ഗുണിച്ചു 12.6 നമുക്ക് താഴെ കിട്ടണം. അപ്പോൾ മടക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഈ കിട്ടിയതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. 4.2-ൻ്റെ പകുതി മടക്കിയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ 12.6-ൻ്റെ പകുതി 6.3 മാത്രം മടക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നിവർത്തുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പാനൽസ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തുണീൻ്റെ അകത്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യാൻ നമുക്ക് പാനൽസ് എല്ലാം ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വേണം 2 സൈഡിലും. അപ്പോൾ 4 ഇഞ്ച് അധികം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തെറ്റോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇപ്പം ഈ ഒരു പാനലിലും നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാമായിരുന്നു, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഞാനത് വിട്ടുപോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തിട്ട് നെക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും, അതെല്ലാം നമുക്ക് തുണീൻ്റെ അകത്ത് ചെയ്യാം. എന്നാലും ഏകദേശം ഈ ഒരു പാനൽ കട്ട് അല്ലെങ്കിൽ മസാക്കലി അനാർക്കലി മോഡൽ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിയറി ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് സംഭവം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബേസിക് ക്ലാസ് തന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ക്ലാസ്സെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം തന്നെ കാണാം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാറുണ്ട്. കുറേ ആൾക്കാർ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, കമൻറ്റൊക്കെ കുറേ ആൾക്കാർ ചെയ്ത് ഡൗട്ട് ചോദിച്ചപ്പോൾ
ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ഫോളോ ചെയ്ത് പഠിച്ചവരെല്ലാം കുറച്ച് ആൾക്കാർ, എല്ലാവരും അല്ലേ, അങ്ങനെ ഞാൻ പറയുന്നില്ല. പിന്നെ ബ്ലൗസും പിന്നെ ചുരിദാറൊക്കെ നല്ല രീതിയിൽ, അതും ഷോൾഡർ ലൂസായി പോകാണ്ട് തന്നെ ചുരിദാർ തയ്ച്ചിടാൻ പറ്റിയെന്ന് ഇന്നലെ വന്ന കമൻറ്റാണ്. അത് കണ്ടപ്പോൾ നല്ലോണം സന്തോഷമായി. ശരി, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഞാൻ മാക്സിമം പെട്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം. ശരി, ബൈ.